ലാലീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്ന സ്ട്രോബെറി കൊണ്ടുള്ള ഒരു അടിപൊളി പിക്കിളാണ്. അതിനുവേണ്ടി ആദ്യം സ്ട്രോബെറി നമുക്ക് കട്ട് ചെയ്യും. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു 20 സ്ട്രോബെറി നന്നായി കഴുകി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണിത്. 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 5 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്, കടുക് 1 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് എണ്ണ, 2 ടേബിൾ സ്പൂൺ വിനാഗിരി, അല്പം വെള്ളം. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി സ്റ്റൗ ഓൺ ചെയ്ത് പാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇത് നന്നായി ഇളക്കി കൊടുക്കുക. കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചതിന് ശേഷം ഈ പൊടികളെല്ലാം ഇതിലേക്ക് ഇട്ട് നന്നായി വഴറ്റിയെടുക്കും. ഇതിലേക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കും. ഒന്നര ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കും. ഇങ്ങനെ നല്ല തിളച്ച് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സ്ട്രോബെറി ഇട്ട് ഇളക്കി. സ്റ്റൗ ഓഫ് ചെയ്യും. സമയം നമുക്ക് ഉപ്പുണ്ടോന്ന് നോക്കാം. അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്ട്രോബെറി പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് ഈ സ്ട്രോബെറി പിക്കിൾ. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി വീണ്ടും വരുന്നതാണ്. താങ്ക് യു.